നല്ല മനോഹരമായൊരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അടിപൊളിയായിട്ടുള്ള എക്സ്റ്റീരിയർ ലുക്കും കാര്യങ്ങളും വന്നിരിക്കുന്ന ലക്ഷറി ലുക്കിൽ വന്നിരിക്കുന്ന ഒരു വീടാണ് ഇന്നത്തെ വീഡിയോ. 5 സെൻറ്റ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 5 ബാത്റൂമുമായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണും വർക്ക് ഏരിയയും അതുപോലെ തന്നെ ഒരു ഔട്ട്ഡോർ വരുന്ന ഒരു സെർവൻറ്റ് ബാത്റൂം നമുക്ക് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്കും കൂടാതെ തന്നെ അത് അടിപൊളിയാക്കുവാനായിട്ട് നല്ല സ്പോട്ട് ലൈറ്റും കാര്യങ്ങൾ നൽകിക്കൊണ്ട് നല്ല വിശാലമേറിയ ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തിരുമലയ്ക്ക് സമീപം പിടാരം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീട് വന്നിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് പണിയെടുപ്പിച്ചിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 350 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് വരുന്നത്. തൊട്ടടുത്തായിട്ട് സ്കൂള്, കോളേജ്, മാർക്കറ്റുകൾ അതുപോലെ തന്നെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനടുത്തായിട്ട് വരുന്നുണ്ട്. വീഡിയോയിലൂടെ കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമുക്കൊരു ഫ്രണ്ടിലൊരു സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ഫ്രണ്ട് എൻട്രൻസ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു വീട് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത് കേട്ടോ. അതൊക്കെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ല മനോഹരമായൊരു നമുക്ക് ഗാർഡനും പ്രൊവിഷൻസും കാര്യങ്ങളെല്ലാം ബാമ്പു ഒക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് മനോഹരമായി ചെയ്തിട്ടുണ്ട്. വുഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിണറിൻ്റെ ഒരു ഫെസിലിറ്റീസും നമുക്ക് വന്നിട്ടുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഒരു 2 കാർ വരെ സുഖമായിട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കയറി വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആദ്യം പറഞ്ഞതുപോലത്തെ ഒരു സെർവൻറ്റ് ബാത്റൂം ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു സെർവൻറ്റ് ബാത്റൂം. ഈ കാണുന്നതാണ് മെയിൻ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ 8x6 ആണ്. അതുപോലെ തന്നെ ചുമരിലായിട്ട് നല്ല വാൾ പാനൽ വുഡിൻ്റെ വാൾ പാനൽ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ മുഴുവനും തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമ്മളിവിടെ പണിതിട്ടുണ്ട്. ഈ ടൈൽസ് നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ടൈൽസാണ്. അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ്. ഈ ഭാഗത്ത് നമുക്ക് ചുമരിലൊരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഈ വരുന്ന ലിവിങ് ഏരിയ 20x15 ലിവിങ് ഏരിയ ഡയമെൻഷൻ. ഈ ഒരു ലിവിങ് ഏരിയയോട് യോജിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു TV യൂണിറ്റും കൂടെ തന്നെയാണ് ഇവിടെ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ മൗണ്ട് ചെയ്യാൻ സാധിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു TV യൂണിറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. 15x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഡൈനിങ് ഏരിയയുടെ നമുക്ക് മുകൾ ഭാഗത്ത് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ ഫ്രെയിമിൽ വരുന്ന നല്ല മനോഹരമായ ഒരു വാഷ് ബേസിനാണ്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ. 10x10 കിച്ചണിൻ്റെ ഡയമെൻഷൻ. നമുക്ക് ഹാളിലും ഡൈനിങ് ഏരിയയിലും വന്നിരിക്കുന്ന സെയിം ടൈലും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ആയിട്ടുള്ളത്. വാൾ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ട് തന്നെ മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചിമ്മിനി ഉൾപ്പെടെയാണ് നമുക്ക് കിച്ചൺ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ പണിതിട്ടുള്ളത്. അതിനായിട്ട് തന്നെ മുകളിലും താഴെയുമായിട്ട് ഒരുപാട് കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് വർക്ക് ഏരിയ. അവിടെയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. 10x5 വർക്ക് ഏരിയ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാട്ടർ പ്യൂരിഫയറിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസും അലൗഡ് ചെയ്തിട്ടുണ്ട്.
വർക്ക് ഏരിയയിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും സെപ്പറേറ്റ് വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുകളിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തേക്കിൻ തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു വർക്ക് തന്നെയാണ് ഹാൻഡിൽസിൽ വന്നിട്ടുള്ളത്. മുകളിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെ പ്രൊഫൈലിൽ ചാനലിൽ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് ഇത് ടോപ്പ് മോസ്റ്റ് ലെവലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു ഫർഗോള മോഡലും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് വീടിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇതുവഴിയാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. ഒരു എൽ ഷേപ്പ് മോഡലാണ് ഇവിടുത്തെ ഈ ഒരു ഹാളിൽ വന്നിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് ഈ ഹാളിൻ്റെ ഈ ഒരു സൈഡിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഫ്ലോറിലെ നമുക്ക് ടോപ്പ് മുഴുവനും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിരുന്നത്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലൊരു 3 ബെഡ്റൂമും ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. ഇത് നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റൂമാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x12 ഡൈമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയൊരു റൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റഡി റൂമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ്. നമുക്ക് ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയൊരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂമാണ്. 15x14 ഡൈമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിലൊരു അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഒരു വാൾ റൂഫ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം. ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. 16x10 റൂമിൻ്റെ ഡൈമെൻഷൻ. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് റൂം ചെയ്തിട്ടുള്ളത്. വാൾ റൂംസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്താണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൽ തന്നെ നമുക്കൊരു ബാൽക്കണി വന്നിട്ടുണ്ട്. നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാം. ഒരു ഔട്ട്ഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിട്ടുള്ളത്. 10x6 ബാൽക്കണി ഡൈമെൻഷൻ. ഹാങ്ങിങ് വരുന്ന ഒരു ഫാൻസി ലൈറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് ഈ ഒരു 3D ഡിസൈൻ്റെ വരുന്ന ഒരു ബാൽക്കണിയാണ്. കൈവരി മുഴുവനും സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടെറാക്കോട്ട മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ബാൽക്കണിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ബാൽക്കണി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ബാൽക്കണി നമുക്ക് 15x10 ഡൈമെൻഷനിലാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കൈവരി മുഴുവനും സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിലായിട്ട് തന്നെ ഒരു എക്സ്റ്റൻഷനും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഒരു 85 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിളാണ്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പേഴ്സിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീടിന് വേണ്ടിയിട്ടുള്ള ഹോം ലോൺ ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.